ഹേയ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സമ്മർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് സൂപ്പർമാനെ കുറിച്ചാണ്. ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പകാലം തൊട്ട് എന്താ പറയുക ഒരു ഹീറോ ആവണമെന്ന് സൂപ്പർമാൻ്റെ പവർ കിട്ടുന്ന സൂപ്പർമാനെ പോലെ പറക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് സൂപ്പർമാൻ. അപ്പോൾ സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ ആ പഴയൊരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള ഒരു സൂപ്പർമാൻ്റെ കഥകൾ എങ്ങനെയാണ്, ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് മാറി. ഏകദേശം 2025 തന്നെയായി. അപ്പോൾ ഒരു സൂപ്പർമാൻ ഒരു 3D ഒരു അനുഭവത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും തന്നെ എന്താ പറയുക, ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വൈസിന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. സൂപ്പർമാനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ജെയിംസ് ഗൗൺ ആണ് ചിത്രത്തിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ നോക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂറും 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെയാണ് ഡ്യൂറേഷൻ. അതും വളരെ സിമ്പിളായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വലിയ പടം പോലെ കൂടുതലായിട്ടുള്ള ഡ്യൂറേഷൻ പരിപാടി കാര്യങ്ങളോ ആവശ്യമില്ലാത്ത സീൻസോ കാര്യങ്ങളൊന്നും കുത്തിക്കേറ്റ് നമുക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ കണ്ടു ചെയ്യാൻ എന്താണ് ശ്രമിച്ചിട്ടുള്ളത് അത് മുന്നോട്ട് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടു ചെയ്യാൻ ശ്രമിക്കുന്നതിൽ പലതിലും മനസ്സിലാവാതെ പോകുന്ന ഒരുപാട് ചെറിയ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വ്യക്തമായിട്ട് ഇതിൽ കഥ ഇല്ല, തിരക്കഥ ഒരു പാളിച്ച പോലെ എനിക്ക് തോന്നുന്നു. കാരണം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലൂടെ പോകുന്നുണ്ട് പല പല സീൻസൊക്കെ. നമ്മുടെ സ്റ്റോറി നമ്മുടെ കഥാനായകൻ സ്റ്റാർട്ടിൽ കാണിക്കുന്നത് നമ്മുടെ നായകൻ സൂപ്പർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു മഞ്ഞുമല പോലെ നിൽക്കുന്നു. പിന്നീട് പുതിയൊരു ലോകത്തേക്കാണ് അദ്ദേഹത്തെ പ്രവേശിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം നന്മയും തിന്മയും, കാരണം ആ ശക്തി ഉപയോഗിച്ച് ഒരുപാട് തിന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ ഈ പണത്തിൻ്റെ പ്രശ്നം, റോബറിയും പരിപാടിയും കാണാനൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സൈഡ് കൂടെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്പൈഡർമാൻ എന്ന് പറഞ്ഞ പോലെ സൂപ്പർമാനും ഒരു സാധാരണ ഒരു വ്യക്തി തന്നെ. അപ്പോൾ ആ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്ന പല ഫലങ്ങൾ സൂപ്പർ ഹീറോ പവർ എന്ന് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് അത് കിട്ടിയെന്നൊക്കെ ഒരു സൈഡ് കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാവ് ഫാക്ടർ തരാമെന്ന് ഒന്നും സൂപ്പർമാന് കഴിഞ്ഞിട്ടെങ്കിൽ പോലും ഏറ്റവും വലിയ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആയാലും പറയാനുള്ള ഒറ്റ ഘടകം മാത്രമേ ഉള്ളൂ. അതായത് മോശം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തരി പോലും എന്താ പറയുക ഒരു സീൻ ബൈ സീനോ ഒന്നും തന്നെ പടത്തിലില്ല. അത് ഞാൻ പറഞ്ഞ് ഒരു ഏവറേജ് അനുഭവമെങ്കിലും സൂപ്പർമാൻ സമ്മാനിക്കും. അതായത് നമ്മുടെ എന്താ പറയുക ചില മാനസിക ശക്തികൾ തോന്നുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്ന പല ഭാഗങ്ങളുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ഫുൾ നമ്മുടെ സൂപ്പർമാൻ ആയിട്ടുള്ള കഥാനായകൻ ഒരുപാട് തല്ലുകൊള്ളുന്നുണ്ട്. തല്ലുകൊള്ളി സൂപ്പർമാൻ പറയാൻ സാധിക്കും. എവിടെയും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചാൽ പോലും തന്നേക്കാൾ ശക്തി കൂടിയ വ്യക്തികളോട് പ്രതികരിക്കുന്നുണ്ട്. ഒരുപാട് പാളിച്ചുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നല്ല ഇടികൊള്ളുന്ന പല പല സീൻസും കാണിക്കുന്നുണ്ട് സൂപ്പർമാന്. തല്ലിക്കൊള്ളി സൂപ്പർമാൻ കാരണം ഒട്ടും തന്നെ എന്താ പറയുക കൺവിൻസിങ് ആവാൻ ചില ഭാഗത്തൊന്നും അദ്ദേഹം പരാജയപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. എങ്കിൽ പോലും ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ സൂപ്പർമാൻ്റെ റിവെഞ്ചും പരിപാടിയും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പല 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 സീൻസും ഓക്കെ ലെവൽ തന്നെയാണ്. എസ്പെഷ്യലി എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇതിൽ സൂപ്പർമാൻ പറക്കുമ്പോഴുള്ള ഒരു ബാലൻസ് സ്കോറും അത്യാവശ്യം നല്ല ഓക്കെ ലെവൽ തന്നെയാണ്. അതിനുശേഷം വലിയൊരു ഡിനോസർ പോലത്തെ അതിനായിട്ട് ഒരു ഫൈറ്റ് കൂടുന്ന സീൻസൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം ഒരു ക്വാളിറ്റി വൈസ് തോന്നി. പിന്നീട് ഇപ്പോൾ തന്നെ ഒരു ഡ്രാഗണും അതുപോലെ തന്നെ പുതിയ പുതിയ വ്യക്തികളും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമായി കാണിക്കുന്ന ചില സീൻസൊക്കെ അതൊരു ഓക്കെ ലെവലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബാലൻസ് സ്കോറാണ് പശ്ചാത്തലമായിട്ട് ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരു സൂപ്പർമാൻ ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നെഗറ്റീവായിട്ട് തോന്നുന്നത് എനിക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും. ഞാൻ കൂടുതലായിട്ട് ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ സൂപ്പർമാൻ ഒരു ആരാധകനോ അങ്ങനെ ഒന്നും തന്നെയായിട്ട് ഞാൻ പറയുന്നതല്ല. കാരണം വേറെ ഒന്നല്ല, ഇതിൻ്റേതായിട്ടുള്ള ഒരു തിരക്കഥ അത് കാണുന്ന പ്രേക്ഷകർ കൺവിൻസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. കാരണം തിരക്കഥ ഇല്ല പടത്തിൽ. എന്താണ് പറയാൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കാതെ പോകുന്ന പല പല സീൻസും കാണിക്കുന്നുണ്ട്. അതുപോലെ കാരണം ഇതിൻ്റെ കഥാകൃത്ത് എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത പാട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു യൂണിവേഴ്സിൻ്റെ അടുത്ത വർഷം അല്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞിട്ടാണ് സൂപ്പർമാൻ 3D സൂപ്പർമാൻ പാർട്ട് 2 എന്നൊക്കെ വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കാൻ തോന്നുന്നു. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാത്തിനും സെക്കൻഡ് പാർട്ടുള്ളതുപോലെ ഇത് ഒരുപാട് സീരീസ് നമ്മൾ കാണാറുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റേതായ അടുത്ത ഭാഗത്തോടെ എല്ലാ കുറവുകളും തീർച്ചയായിട്ടും മാറ്റി മറിച്ചുകൊണ്ട് വരും തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് കുറ്റവും കുറവും ഒന്നും തന്നെ പറയാൻ പാടത്തില്ല. ചെറിയ ചെറിയ പോരായ്മകൾ മാത്രം ഒരു ഓക്കെ ലെവൽ തന്നെ സൂപ്പർമാൻ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർമാനെ കുറിച്ച് എന്താ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഏവറേജ് അനുഭവം ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ഒന്നും പരിഗണിക്കുക. അപ്പോൾ ഇന്നത്തെ തന്നെ എന്താ പറയുക പുതിയ പുതിയ വീഡിയോയെക്കുറിച്ചൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും ബൈ ബൈ.